ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രേപ്പാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഡ്രേപ്പാണെങ്കിലും ഇത് പഠിച്ചെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷേ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സാരി നമ്മുടെ പുറകിൽ കൂടെ എടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം മേജർ സാരിയുടെ ഫാബ്രിക് ഉണ്ടാവേണ്ടത്. 5.5-6 മീറ്റർ നീളമുള്ള സാരി മതി ഇത് ഈ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് സൈഡിൽ കുറച്ച് ഫാബ്രിക്കേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നിട്ട് അത് നമ്മുടെ ഏകദേശം ബെല്ലി ബട്ടൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു നോട്ട്, നല്ല ടൈറ്റായിട്ടുള്ളൊരു നോട്ടാണ് വേണ്ടത്. ആക്ച്വലി ഈ സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർസ്കേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇത് ഛത്തീസ്ഗഡിലെ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഡ്രേപ്പാണ്. അവരുടെ ജീവിത രീതിക്കും അവിടുത്തെ ക്ലൈമറ്റിനും മൊബിലിറ്റിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡ്രേപ്പാണിത്. സോ നമ്മൾ ടൈറ്റായിട്ട് നോട്ട് ഇട്ടതിന് ശേഷം ബാക്കി വരുന്ന, അതായത് ലെഫ്റ്റ് സൈഡിൽ ബാക്കി വരുന്ന ഫാബ്രിക് നേരെ നമ്മുടെ പുറകിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ഒരു പ്ലീറ്റ് എടുക്കുന്ന പോലെ, ഒരു ലോങ് പ്ലീറ്റ് എടുക്കുന്ന പോലെ പുറകിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ പുറകു ഭാഗത്ത് നന്നായിട്ട് ടക്കിൻ ചെയ്യണം. ഇത് നന്നായിട്ട് നമ്മൾ ടക്കിൻ ചെയ്യണം, അല്ലെങ്കിൽ സാരി അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നല്ല ടൈറ്റായിട്ട് ടക്കിൻ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണ്ട, റൈറ്റ് സൈഡിൽ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ബാക്കി വരുന്ന ഫാബ്രിക് പിന്നെ ഒരു പ്ലീറ്റ് എടുക്കുന്ന പോലെ വീണ്ടും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു ഡ്രേപ്പിൽ ആകെ വരുന്നൊരു പ്ലീറ്റിംഗ് സെഷൻ ഇതാണ്. പിന്നെ ബാക്കി വരുന്ന മൊത്തം ഫാബ്രിക്കും നമ്മുടെ റൈറ്റ് സൈഡിലെ ഷോൾഡറിലേക്ക് ഇടുക. നമ്മൾ പല്ലു ഇടില്ലേ, അതേപോലെ പല്ലു തന്നെയാണ്. മെഷർ ചെയ്യോ ഡ്രേപ്പ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു വാരി നമ്മൾ ഇടില്ലേ സാരിയുടെ പല്ലു, അതേപോലെ എല്ലാ ഫാബ്രിക്കും എടുത്തിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ ഷോൾഡറിലേക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് കൊണ്ടുവരാം. അപ്പം സാരി ഇങ്ങനെ പല്ലു ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ എക്സ്ട്രാ വരുന്ന ആ പല്ലുടെ ഭാഗം എടുത്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും നമ്മുടെ ഫ്രണ്ട് സൈഡ് കവർ ചെയ്യുന്ന പോലെ, നമ്മുടെ ആ നോട്ടിട്ട സൈഡ് കവർ ചെയ്യുന്ന പോലെ പിടിച്ചിട്ട് പുറകിൽ കൊണ്ടുവന്ന് സെക്യൂർ ചെയ്യാം. നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയുള്ളത് ആ ബാക്കി വരുന്ന പല്ലുടെ പോർഷൻ എടുത്തിട്ട് തലയിൽ നമ്മൾ തട്ടമൊക്കെ ഇടൂലേ, അതേപോലെ നമ്മുടെ തലയിൽ കൂടെ ഇടുക. ഗൂങ്കട്ട് എന്ന് പറയും ഹിന്ദിയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. അതോടെ നമ്മുടെ ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രേപ്പ് കഴിഞ്ഞു. ഭയങ്കര ഈസിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സാരിയുടെ ഈ കളർ കോമ്പിനേഷനും ഭയങ്കര നല്ലതായിരുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഈ ഡ്രേപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടെ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.